ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശനാണ് അവിടെ വർക്കിന് ഏറ്റെടുത്തിട്ടുള്ള ആളെന്ന് മനസ്സിലായ ശേഷം കിരണും കല്യാണിയും കൂടെ വന്നിട്ട് കാർത്തികയോട് അക്കാര്യം സംസാരിക്കുകയാണ്. പക്ഷേ കാർത്തിക സംസാരിക്കുന്നത് മൊത്തം പ്രകാശനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. അതുമാത്രമല്ല, വിക്രത്തിനെ പുറത്തിറക്കിയത് ഞാനാണെന്നും വിക്രത്തിൻ്റെ അച്ഛനോട്, അതായത് പ്രകാശനോട് നിങ്ങൾ വളരെ മോശമായിട്ടല്ലേ പെരുമാറുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ അച്ഛൻ്റെ മുഖസാദൃശ്യമുള്ള ആളാണ് പ്രകാശൻ, അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് അദ്ദേഹത്തെ കാണുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അമ്മയെയും അതുപോലെ തന്നെ മകനെയും ഒക്കെ എൻ്റെ സഹോദരനും അമ്മൂമ്മയൊക്കെ ആയിട്ടാണ് കാണുന്നത്. നിങ്ങളാണ് മോശമായിട്ട് പെരുമാറിയെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിയും കിരണിയും ഇൻസൾട്ട് ചെയ്യാണ്. മാത്രമല്ല, അദ്ദേഹം അവിടെ നിൽക്കുന്നത് നിങ്ങൾക്കാണ് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം നിങ്ങളെ ജോലി ഉപേക്ഷിച്ചോ എന്ന് പറയുന്ന സമയത്ത് കിരണിനും കല്യാണിക്കും അത് ശരിക്കും അവരെ അത്രയും അധിക്ഷേപിച്ചതിന് തുല്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ തന്നെ കിരൺ പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ എൻ്റെ ജോലി അവസാനിപ്പിക്കാം, ഞാൻ എൻ്റെ ജോലിക്കാരോടും പറയാം. അപ്പോൾ കാർത്തിക തീരെ വിലവെക്കാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ആയിക്കോട്ടെ, കുറച്ചധികം പണം തന്നിട്ടുണ്ട്, അത് ഇനി തിരിച്ചു വേണ്ട. പക്ഷെ അത് കേട്ടപ്പോൾ കിരണിന് ദേഷ്യമാണ് വരുന്നത്. അതിനുശേഷം അവൻ പരിഹാസത്തോടെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഏർപ്പാട് ഞങ്ങൾക്കില്ല. ഇതുവരെ ചെയ്ത തുക മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ അതേപടി തിരിച്ചു തന്നേക്കുവാ. ഇതുവരെ എത്ര ചിലവായിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരു പൈസ പോലും ഞങ്ങൾ അധികം എടുക്കുന്നില്ല. അതിനുശേഷം കല്യാണിയോട് അവൻ ചെക്ക് വാങ്ങിച്ചിട്ട് അതിൽ ചെക്കിൽ ബാക്കിയുള്ള എമൗണ്ട് എഴുതി കൊടുക്കുകയാണ് കാർത്തികയ്ക്ക്. ആ സമയത്തൊക്കെയും കിരണിൻ്റെ മനസ്സിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ കാർത്തികയാണെങ്കിൽ അവരുടെ ആ ഒരു സത്യസന്ധതയൊക്കെ കുറിച്ചൊക്കെയാണ് ആലോചിക്കുന്നത്. അവൾ മനസ്സിൽ അതാണ് ചിന്തിക്കുന്നത്, എൻ്റെ അനിയത്തിയുടെയും അവളുടെ ഭർത്താവിൻ്റെയും സത്യസന്ധത വെളിവാക്കുന്ന ഒരു കാര്യം കൂടി ഇവിടെ നടന്നിരിക്കുക. ഇന്ന് ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നാളെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. പക്ഷേ കല്യാണിക്കും കിരണിനും കാർത്തികയുടെ ആ ഒരു മാറ്റം തീരെ വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ചെക്കിൽ ഒപ്പിട്ടിട്ട് ആ ചെക്ക് രസീത് കാർത്തികയ്ക്ക് കൈമാറുകയാണ്. അവളാണെങ്കിൽ ഒട്ടും കുസലില്ലാതെ വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷം കിരൺ പറയാണ്, ബാക്കിയുള്ള തുക 1 രൂപ പോലും അധികം എടുക്കാതെ മൊത്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. ഇനിയുള്ള വർക്കുകൾ ആരെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഏൽപ്പിച്ചോ. പിന്നെ ഇപ്പം പറഞ്ഞല്ലോ സ്വന്തം അനുഭവമാണ് നിങ്ങളുടെ ശരിയെന്ന്. അങ്ങനെയെങ്കിൽ ആ അനുഭവം നിങ്ങളെ പഠിപ്പിക്കും. പ്രകാശനെയും അവൻ്റെ അമ്മയെയും മോനെയും വിശ്വസിച്ചാലുണ്ടല്ലോ നിങ്ങളെ കാത്തിരിക്കുന്നത് നാശാണ്. അത് നിങ്ങൾ മറക്കണ്ട. കല്യാണിയും സങ്കടത്തോടെ പറയുന്നുണ്ട്, എങ്കിലും പരിചയപ്പെട്ടപ്പോഴും അടുത്തപ്പോഴും ഇത്രയും ബുദ്ധിയില്ലാത്ത ആളാണ് കാർത്തിക ചേച്ചി എന്ന് കരുതിയില്ല. കാർത്തികയും തിരിച്ച് അതേ ദേഷ്യത്തോടെയാണ് പറയുന്നത്, എനിക്കിത്രയേ ബുദ്ധിയുള്ളൂ, അത് ഞാൻ സഹിച്ചു. കല്യാണിയെ പരിഹസിക്കുന്ന പോലെയാണ് കാർത്തിക സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ കിരൺ പറയുന്നുണ്ട്, കല്യാണി ഇനി നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് കല്യാണിയും വിളിച്ചുകൊണ്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ആ സമയത്ത് കാർത്തിക വിചാരിക്കുന്നുണ്ട്, ഏത് പ്രതികൂല സാഹചര്യത്തിലും എനിക്കൊപ്പം നിൽക്കുന്നവരാണ് കിരണും കല്യാണിയും. ഇങ്ങനെ ഒരു അനിയത്തിയെയും അനിയനെയുമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അവളുടെ മുഖത്ത് പുഞ്ചിരി നിറയുന്നുണ്ടായിരുന്നു. കിരണും കല്യാണിയും നേരെ പോയത് വീട്ടിലേക്കാണ്. അവർക്ക് രണ്ടുപേർക്കും ശരിക്കും കാർത്തികയുടെ ആ ഒരു മാറ്റം ഷോക്ക് തന്നെയായിരുന്നു. കല്യാണിയുടെ കണ്ണ് നിറയുന്ന കണ്ടപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല കല്യാണി, നല്ലൊരു സൗഹൃദമായിരുന്നു, അത് മുളയിലേ നുള്ളി. അപ്പം തന്നെ കല്യാണി പറയുന്നുണ്ട്, ശരിക്കും കള്ളങ്ങൾ പറഞ്ഞു കൊടുത്തു കാണും, അല്ലെങ്കിൽ ഈ കാർത്തിക ചേച്ചി ഇങ്ങനെ മാറില്ല. അത് കേട്ടപ്പോൾ തന്നെ കിരൺ പറയുന്നുണ്ട്, കാർത്തിക അച്ഛനെ പോലെ സ്നേഹിക്കുവാണ് പോലും, എന്നിട്ട് എന്തൊക്കെ കള്ളക്കഥകളാണ് അയാൾ പറഞ്ഞു കൊടുത്തത്. രണ്ടുപേരും സങ്കടത്തോടെയാണ് അകത്തേക്ക് കയറുന്നത്. ദീപ പുഞ്ചിരിച്ചുകൊണ്ട് വന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട്, അമ്മയുടെ മോളും ഞാനും ഇന്ന് ഭയങ്കര സങ്കടത്തിലാണ് വന്നത്. എന്തു പറ്റി മോനെ? ആ കാർത്തികയുണ്ടല്ലോ, അവരുടെ മേൽ അമ്മയുടെ മോനും ഭർത്താവും ആധിപത്യം സ്ഥാപിച്ചു. അത് കേട്ടതും ദീപ ശരിക്കും ഞെട്ടുകയാണ്. കല്യാണിയും സങ്കടത്തോടെ പറയാണ്, നിലവിലുള്ള കോൺട്രാക്റ്റ് പോലും നിർത്തിവെക്കാൻ കാർത്തിക ചേച്ചി പറഞ്ഞു. അച്ഛനും മോനും ഒക്കെ കുറച്ചു കാലമായിട്ട് വലിയ പത്രാസിലാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ കാർത്തിക ചേച്ചിയാണെന്നാണ് തോന്നുന്നേ. അപ്പോഴും ദീപക്ക് സംശയമാവുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോനെ. ഞങ്ങൾക്കും ഒന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കാർത്തികയ്ക്ക് എന്തോ ചതിപറ്റിയിട്ടുണ്ട്, കിരൺ പറയാണ്. അങ്ങനെയാണെങ്കിൽ മോന് പറഞ്ഞ് തിരുത്തിക്കൂടായിരുന്നോ? ദീപ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിരൺ പറയാണ്, കള്ളന്മാരെയും ചതിയന്മാരെയും നല്ല മനുഷ്യന്മാർ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ മാത്രമേ അവരാ തിരുത്ത് മാറ്റുകയുള്ളൂ. അതുവരെ അവരുടെ ജീവനായി കണ്ട് അവരെ സ്നേഹിച്ചു എന്ന് വരാം. അതാണ് കാർത്തികയ്ക്ക് പറ്റിയ തെറ്റ്. ഇനി അവർ സ്വയം എല്ലാം അറിയട്ടെ, അതുവരെ കാത്തിരിക്കുകയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ആ പ്രൊജക്റ്റ് നഷ്ടപ്പെട്ടതല്ല അമ്മേ ഞങ്ങളുടെ സങ്കടം. ഇവിടെ വന്നപ്പോഴൊക്കെയുള്ള കാർത്തിക ചേച്ചിയുടെ പെരുമാറ്റം അമ്മയും കണ്ടതല്ലേ. അങ്ങനെ നല്ലത് മാത്രം പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാർത്തിക ചേച്ചിക്ക് അബദ്ധം പറ്റിയതാ ഞങ്ങളുടെ സങ്കടം. അതിനുശേഷം കല്യാണിയും കിരണും അവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ദീപ് പറയുന്നുണ്ട്, കല്യാണിക്ക് ഒരു കത്ത് വന്നിട്ടുണ്ട് എന്ന്. അതെടുത്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് രണ്ടുപേരും അക്ഷമരായിട്ടാണ് നിൽക്കുന്നത്. എന്തായിരിക്കും ആ ലെറ്റർ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആ ലെറ്റർ കൊണ്ടുവന്ന് കിരണിൻ്റെ കൈ കൊടുത്ത സമയത്ത് രണ്ടുപേരും ഒരുപോലെ ഹാപ്പി ആവുകയാണ്. കാരണം ഇൻ്റർനാഷണൽ പെയിൻറ്റിങ്ങിൻ്റെ കല്യാണിക്ക് ഇതിന് മുന്നേ കിട്ടിയതിൻ്റെ ആ ഒരു ലെറ്റർ ആയിരുന്നു. അത് ഡൽഹിയിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് മൊത്തമായിട്ട് വായിച്ചതിന് ശേഷം കിരൺ സന്തോഷത്തോടെ കല്യാണിയോട് പറയാണ്, ഇൻ്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവൽ, അതും ഡൽഹിയിൽ വെച്ച് വരുന്ന 27-ാം തീയതിയാണ്, അന്ന് നിന്നെ ആദരിക്കുന്നുമുണ്ട്. കല്യാണി അതിശയത്തോടെ ചോദിക്കുകയാണ്, എന്നെയോ? ആ, അതുമാത്രമല്ല, അന്ന് പെയിൻറ്റിങ് കോമ്പറ്റീഷനും ഉണ്ട്.
അതിനുശേഷം സന്തോഷത്തോടു കൂടി കിരൺ കല്യാണിയെ കെട്ടിപ്പിടിക്കുകയാണ്. അത് കണ്ടിട്ട് ആ സന്തോഷത്തോടു കൂടി ദീപയും കല്യാണിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണി കിരണിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് പോണോ? പോവാതെ പിന്നെ ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാം ഫ്രീയാ, കിരൺ സന്തോഷത്തോടെയാണ് പറയുന്നത്. കല്യാണി സന്തോഷത്തോടെ അമ്മയെ നോക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന അംഗീകാരമാണ് കല്യാണി, അതൊന്നും നമ്മൾ വേണ്ടാന്ന് വെക്കരുത്. ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങാണ്. നിനക്ക് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ ഒന്നാമത് കിട്ടിയപ്പോൾ നിന്റെ ഫോട്ടോസും ബയോഡാറ്റയും ഒക്കെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സംസാരശേഷിയില്ലാത്തൊരു പെൺകുട്ടിയുടെ വിജയകഥ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പരിഗണിച്ചിട്ട് തന്നെയാണ് നിന്നെ ആദരിക്കാൻ അവർ ഇതുപോലൊരു തീരുമാനം എടുത്തത്. പിന്നെ നിന്റെ അച്ഛൻ നിന്റെ മുന്നിൽ കിടന്ന് അഴിഞ്ഞാടിയില്ലേ, അതുപോലെ തന്നെ കാർത്തികയുടെ അടുത്ത് പോയപ്പോൾ അവളും നിന്റെ മനസ്സ് വേദനിപ്പിച്ചില്ലേ, അതിന് ദൈവം നിനക്ക് വേണ്ടി മാറ്റിവെച്ച സന്തോഷം ഇത്. അതിന്ന് ഒരിക്കലും പിന്നോട്ട് പോവരുത്. ആ ലെറ്ററും കൊണ്ട് കിരൺ പോകുന്ന സമയത്ത് ദീപ കല്യാണിയോട് പറയുന്നുണ്ട്, ശരിയാ മോൻ പറഞ്ഞത്, നമ്മുടെ തൊഴുത്തിൽ വെച്ചാ മോള് പടം വരച്ച് പഠിച്ചത്. അങ്ങനെ ആ ഒരവസ്ഥയിൽ നിന്നും ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരാളായിട്ട് എൻ്റെ മോള് മാറി. എല്ലാം മോളുടെ മനസ്സിൻ്റെ നേരും കഠിനാധ്വാനവും തന്നെയാണ്. അവർ സന്തോഷത്തോടെ കല്യാണിയെ ചേർത്ത് പിടിക്കുകയാണ്. രാത്രി ടേബിളിൽ ഫുഡ് കൊണ്ടുവയ്ക്കുന്ന സമയത്താണ് വാർത്തയിൽ ആ ഒരു കാര്യം കല്യാണിയുടെയും ദീപയുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. ഇപ്പോൾ നഗരത്തിൽ മാരകമായിട്ടുള്ള കവർച്ച ആരംഭിക്കുന്നുണ്ടെന്നും 3 ചെറുപ്പക്കാർ ചേർന്നിട്ട് തലയ്ക്ക് അടിച്ചിട്ടാണ് മോഷണം നടത്തുന്നതും എന്നൊക്കെ. ആ വാർത്ത കാണുന്ന സമയത്ത് ദീപയും കല്യാണിയും അതിനടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പം കിരൺ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട് എന്താന്ന്. അപ്പം കല്യാണി സങ്കടത്തോടെ പറയാണ്, പട്ടാപ്പകൽ ദമ്പതികളെ തലക്കടിച്ച് മോഷണ ശ്രമം നടത്തിയെന്ന്. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവനാണോ ഇതിന് പിന്നിലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അച്ഛൻ്റെയും മോൻ്റെയും കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, അതിപ്പോൾ എവിടുന്നാ വരുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പോലീസിനെ വിളിച്ച് പറ, കല്യാണി സങ്കടത്തോടെ പറയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഏയ് നമ്മൾ വിളിക്കാനും പറയാനും ഒന്നും നിൽക്കേണ്ട. നഗരത്തിൽ മോഷണം നടത്തുന്നവരെല്ലാം പോലീസ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നോട്ടിടുന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് മിക്കവാറും ഇന്ന് തന്നെ അവനെ പോലീസുകാർ ജയിലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ദീപയും പറയുന്നുണ്ട്, അവനാണിത് ചെയ്തതെങ്കിൽ ഇനി ഒരു കാലത്തും അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അപ്പോൾ തന്നെ കല്യാണി പറയുന്നുണ്ട്, മോഷണത്തിൻ്റെ സ്വഭാവ രീതി വെച്ച് നോക്കുമ്പോൾ അവൻ തന്നെ ആവാനാണ് സാധ്യത. ദീപയെ സങ്കടത്തോടെ പറയാണ്, ഇതിനൊക്കെ അവൻ്റെ അച്ഛനും കൂട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. അയാളും ഇനി മോഷണത്തിന് പോകുന്നുണ്ടോ എന്ന് ആർക്കറിയാം. അല്ലെങ്കിൽ പിന്നെ ഇത്രയും പെട്ടെന്ന് അയാൾക്ക് ഇങ്ങനെ പത്രാസ് കാണിക്കാൻ പറ്റില്ലല്ലോ. കിരണും സംശയം പറയുന്നുണ്ട്. അപ്പോൾ ദീപ പറയാണ്, എന്തായാലും കേട്ടിട്ട് തല പെരുക്കുന്നു. അവനാണിത് ചെയ്തതെങ്കിൽ മിക്കവാറും നാളത്തെ പത്രത്തിൽ അവൻ്റെ പടം വരും. കഴിഞ്ഞ കേസിൽ ജാമ്യമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഒന്നുകൂടെ ആയാൽ അവൻ കുറേ കാലം അകത്ത് തന്നെ കിടക്കും. കല്യാണി ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഏതായാലും ഇവിടേക്ക് അച്ഛനോ മോനോ കയറി വന്ന ഒരു കാരണവശാലും വാതിൽ തുറക്കരുത്. അമ്മയാണെങ്കിൽ പോലും തലക്കടിച്ച് വീഴ്ത്തു അവൻ എന്ന് പറഞ്ഞ് കിരൺ പോയിട്ട് വാതിലടക്കുകയാണ്. അപ്പം കല്യാണിയും പറയുന്നുണ്ട്, കിരണേട്ടൻ പറഞ്ഞത് ശരിയാ, നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എൻ്റെ അച്ഛനെയും ആങ്ങളെ എന്ന് പറയുന്ന അവനെയുമാണ്. അവർക്ക് സ്വന്തവും ബന്ധമൊന്നുമില്ല, അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. അതേസമയം നിഷയുടെ കല്യാണ ദിവസമാണ്. അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരുക്കമൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? കല്യാണം ആർഭാടായിട്ടില്ല, ഇനി ഒരുങ്ങണ്ട എന്നാണോ പറയുന്നത്? അവളുടെ അമ്മ ദേഷ്യത്തോട് ചോദിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്ത മോളോട് സിമ്പതി അല്പം കൂടുതലായിരിക്കും. അത് വെച്ച് അവളോട് കല്യാണ മണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളി മാറുവേ. അവൾ ആ പരിസരത്തേക്ക് പോലും വരാൻ പാടില്ല. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, അവൾക്കറിയാം ഇന്നാണ് കല്യാണം എന്ന്. അപ്പം നിഷയുടെ അമ്മ പറയുന്നുണ്ട്, എന്ന് കരുതി ഇപ്പം കല്യാണം നടക്കാൻ പോകുന്ന മണ്ഡപം അറിയില്ലല്ലോ, നേരത്തെ കല്യാണക്കുറിയിൽ അടച്ച മണ്ഡപമല്ലേ അറിയുള്ളൂ. അപ്പം നിഷയും പറയുന്നുണ്ട്, അതുകൊണ്ട് അച്ഛൻ പറയാതെ എന്തായാലും കാര്യങ്ങളൊന്നും അറിയാൻ പോകുന്നില്ല. അപ്പോൾ അയാൾ പറയാണ്, ഇടയ്ക്ക് മോൾ എന്നെ ഒന്ന് വിളിച്ചായിരുന്നു, അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, അപ്പോഴേക്കും പുന്നാര മോളെ വിളിച്ചോ? നിഷയുടെ അമ്മ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. അവൾ വന്നാലുണ്ടല്ലോ അവളെ ഞാൻ ആട്ടിപ്പായിക്കും, അവളിപ്പോൾ ആ കല്യാണി എന്ന് പറയുന്ന ഒരുത്തിക്കൊപ്പാ. അതിനുശേഷം നിഷയുടെ അമ്മ അവളുടെ കൂട്ടുകാരികൾക്ക് പറയാണ്, പിന്നെ എൻ്റെ മോൾ ഇവിടെ നിന്നൊന്ന് പോയിട്ട് വേണമായിരിക്കും അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ. ഇപ്പോൾ വയറ്റിനകത്തൊരു കുഞ്ഞുണ്ടല്ലോ, അതായിരിക്കും അവളുടെ മനസ്സിലിരിപ്പ്. അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തിനാ വിലാസിനി എഴുതാപ്പുറം വായിക്കുന്നത്? അപ്പം നിഷ ദേഷ്യത്തോടെ പറയാണ്, എൻ്റെ വിവാഹത്തിന് അവൾ പങ്കെടുക്കുന്നത് എനിക്കിഷ്ടമല്ല, അതിനുള്ള അവസരം അച്ഛനായിട്ട് ഉണ്ടാക്കരുതെന്ന അമ്മ പറയുന്നത്. അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിഷയുടെ അമ്മ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇതിനാരെയും വിളിച്ചിട്ടില്ല, ഇതൊരു ചെറിയ ചടങ്ങാ, പിന്നെ എന്തിനാ അവളെ കെട്ടി എഴുന്നള്ളിക്കുന്നേ? അത് കേട്ടപ്പോൾ നിഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ആരോടും വരാൻ പറഞ്ഞിട്ടില്ല, വരണ്ടെന്നാ ഞാൻ അവളോടും പറഞ്ഞത്. പിന്നെ ഇവൾക്ക് അവളോട് സ്നേഹമില്ലെങ്കിലും അവൾക്ക് ഇവളോടുണ്ടല്ലോ, അതുകൊണ്ട് വന്നാൽ തടയാനൊന്നും പറ്റില്ല. അപ്പം നിഷ പറയുന്നുണ്ട്, അവൾക്കേ എന്നോടല്ല സ്നേഹം, അച്ഛൻ്റെ സ്വത്തിനോടും പണത്തിനോടുവാ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും ഞങ്ങളുടെ തോന്നൽ സത്യ, അതുകൊണ്ട് ആ പരിസരത്ത് പോലും അവളെ കണ്ടുപോകരുത്. അദ്ദേഹം അവിടുന്ന് പോയതിനു ശേഷം നിഷയുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ റോഹനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാലും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കണം. അത് മാത്രമല്ല എത്രയും പെട്ടെന്ന് വീടും പറമ്പും ഒക്കെ വിറ്റ് സ്വത്ത് ബാങ്കിൽ കൊണ്ടിടണം, പണം
അല്ലെങ്കിൽ പിന്നെ പിടിച്ചു പറിക്കാൻ അവൾ വരും. അത് കഴിഞ്ഞ് അവളുടെ കൂട്ടുകാരിയോട് പറയാനാണ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾക്കും മരുമോനും ഒപ്പം അമേരിക്കയിലേക്ക് ചെല്ലാനാ മരുമോൻ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ടെല്ലാം വെറ്റുപെറുക്കി അമേരിക്കയിലേക്ക് പോയാൽ എന്താ, പിന്നെ ഇപ്പോൾ കേരളത്തിൽ താമസിക്കാൻ പറ്റിയ അവസ്ഥയുമല്ലല്ലോ. ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഇവിടെ മൊത്തം വെള്ളപ്പൊക്ക. വെള്ളത്തിന് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഉണ്ടോ? മനോഹർ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അണിഞ്ഞൊരുങ്ങുകയാണ്. ഇന്ന് കല്യാണമാണല്ലോ. അപ്പം അങ്ങോട്ടേക്ക് വന്ന് സരയു ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ ഇത്ര ഒരുക്കം? മണവാളനെ പോലെയുണ്ട്. അപ്പം തന്നെ മനോഹറിന് പെട്ടെന്ന് പേടിയാണ്. അതുകൊണ്ട് തന്നെ സരയുവിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് സരയുവിനോട് പറയുന്നുണ്ട്, അതെ ഇന്ന് വലിയൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് അതുണ്ടല്ലോ. സരയു പറയാണ്, ഇന്നതിൻ്റെ ക്ലൈമാക്സ് ആണ്, അതുകൊണ്ട് മോളൂൻ്റെ അച്ഛനെയും കൂടെ കൊണ്ടുപോകാമെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ അച്ഛനെയോ? സരയു ചോദിക്കുകയാണ്. പുള്ളിക്കാരന് സുഖമില്ലാത്തതല്ലേ മോളൂ, അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാവാതിരുന്നാൽ മതി. പുള്ളിക്കാരന് തലയ്ക്ക് സുഖമില്ലാന്ന് മനുവേട്ടൻ അറിയാവുന്നതല്ലേ. അങ്ങനെ തലയ്ക്ക് സുഖമില്ലാന്ന് വിചാരിച്ച് എപ്പോഴും വീട്ടിലടച്ചിട്ട മോളൂൻ്റെ അച്ഛനതൊരു വിഷമാവില്ലേ. മാത്രമല്ല അങ്ങനെ സുഖമില്ലാത്ത ആളോട് എപ്പോഴും തലയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ അത് കൂടും. അതുമാത്രമല്ല അച്ഛനെ നോർമലാക്കി എടുക്കേണ്ടത് നമ്മുടെ ആവശ്യം കൂടിയല്ലേ. ഒന്നുമില്ലെങ്കിലും കുട്ടിക്കാലത്ത് സരയുവിന് വേണ്ടി ജീവിച്ച ആളല്ലേ. അപ്പോൾ സരയു പറയുന്നുണ്ട്, അത് ശരിയാ, എനിക്ക് അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനങ്ങനെ നന്ദിയില്ലാത്തവളൊന്നുമല്ല. പിന്നെ മനുവേട്ടനോട് അച്ഛന് ഭയങ്കര വെറുപ്പാ, അതാ എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തത്. സാരമില്ല മോളൂ, പെൺമക്കളെ അമിതമായി സ്നേഹിക്കുന്ന അച്ഛന്മാർക്ക് ഈ കുഴപ്പമുണ്ട്. അവർ കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരെ സ്നേഹിക്കുമ്പോൾ അത് ഇവർ പ്രകടമാക്കുന്നതാ. അങ്ങനെ വരുമ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ പൊട്ടലോ ചീറ്റലോ ഉണ്ടായാൽ അതിനിടയിലേക്ക് കയറി വരും ഇങ്ങനെയുള്ള ആൾക്കാർ. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മോളും ഞാനും മനസ്സുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛനേക്കാൾ ഇമ്പോർട്ടൻറ്റ് മോളെ എനിക്ക് തരുന്നത്. അവിടെയാ മോളൂൻ്റെ അച്ഛന് ഈ ഒരു പ്രശ്നം തുടങ്ങിയത്. അത് ശരിയാ, സരയുവിനും തോന്നുന്നുണ്ട്. അപ്പം മനോഹർ പറയാണ്, അവിടെയും സ്നേഹക്കൂടുതൽ കൊണ്ടാ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പുള്ളിക്കാരനെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നത് അത്ര ശരിയല്ലല്ലോ. അപ്പം സരയു പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, അമ്മയ്ക്ക് ഇപ്പം അച്ഛനോട് നല്ല വെറുപ്പാ. അമ്മയ്ക്ക് തലക്കെന്തോ കുഴപ്പമുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഉണ്ട്. മനോഹർ പറയാണ്, എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. എന്തായാലും സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം അച്ഛനെ കൊണ്ടുപോവാൻ. ഞാൻ എന്തായാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, സരയു പറയാണ്. അപ്പം മനോഹർ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കൊണ്ടുപോവാന്ന് വാക്ക് കൊടുത്തുപോയി. ഇനിയിപ്പോൾ പറഞ്ഞ വാക്ക് തെറ്റിക്കുന്നത് ശരിയല്ല. അപ്പം സരയു സ്നേഹത്തോട് ചോദിക്കുകയാണ്, പിന്നെന്താ എന്നെ കൊണ്ടുപോകത്തെ? മോളിന് വയ്യാതിരിക്കുമല്ലേ, പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒറ്റത്തരം മീറ്റിംഗാ. അതിനിടെ ചിലപ്പം ഭക്ഷണം കഴിക്കാൻ പോലും ഓർമ്മയുണ്ടായിന്ന് വരില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇറങ്ങിയാൽ ചിലപ്പം വൈകുന്നേരമൊക്കെ ആവും തീരുന്നത്. അതിനിടെ കഴിക്കാനൊന്നും സമയം കിട്ടില്ല. അതുകൊണ്ടല്ലേ ഞാൻ മോളിനെ കൊണ്ടുപോകാത്തത്. കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമല്ലേ മോളും. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഏതു നേരവും മനുവേട്ടൻ എൻ്റെ ഒപ്പം വേണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പം മനോഹർ പറയുന്നുണ്ട്, ഭർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാ പെൺകുട്ടികളുടെ ആഗ്രഹം ഇത് തന്നെയാണ്. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുകയും വേണം, ഭർത്താവ് അരികിലും വേണം. രണ്ടും കൂടെ പറ്റുമോ മോളൂ? എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കാം കേട്ടോ. രണ്ടും കൂടെ പറ്റുമോ മോളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്നേഹത്തോടെ സരയുവിൻ്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.